ഞാൻ കൂടുതൽ യാത്ര ചെയ്യുന്തോറും ഭയം സുഹൃത്തുക്കളാകേണ്ട ആളുകളെ അപരിചിതരാക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. ഷെർലി മക്ലൈൻ്റെ വാചകങ്ങളാണ് ഇത്. തായ്ലൻഡ് വിശേഷങ്ങളുടെ 3-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗെയ്സ്, ബാങ്കോക്കിലെ രണ്ടാമത്തെ ദിവസം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രാവിലെ സമയം 6:45. ഞാൻ എണീറ്റു. എൻ്റെ ദോസ്തുത ഇപ്പോഴും കിടന്നുറങ്ങുകയാണ്. അവനെ എണീപ്പിക്കണം. ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്ലാന് ഒരു സവാരി ടൂറിനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് 8:30 റെഡിയായിട്ട് വെളിയിൽ ഇറങ്ങണം. രാവിലെ എണീറ്റ് ഒരു കടുങ്കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഇനി കുളിച്ച് റെഡിയാകണം. ഇതാണ് ഞങ്ങളുടെ റൂം. ദിവസം കണ്ടില്ലേ, പുതച്ച് മൂടി നല്ല സുന്ദരമായിട്ട് കിടന്നുറങ്ങുവാണ്. സെൻറ്റർ എ സി ആയതുകൊണ്ട് കിടക്കാൻ നല്ല സുഖമായിരുന്നു റൂമിൽ. റൂം കുഴപ്പമില്ല, നല്ല സൂപ്പർ റൂമാണ്. കെറ്റിലിൽ ഒരു കാപ്പിയൊക്കെ വെച്ച് കുടിച്ചു. ഇനി കുളിക്കുവാനായിട്ടുള്ള സംരംഭം നോക്കണം. ഇന്നലെ വൈകിട്ട് സ്വിമ്മിംഗ് പൂളിലുണ്ടായിരുന്നു, അതിനകത്ത് പോയി ചാടി കുളിച്ച് സുന്ദരമായിരുന്നു. ആ താഴെ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂള്. അതിനകത്തായിരുന്നു ഇന്നലത്തെ കുളി. ഇത് ഇവിടുത്തെ രാവിലത്തെ പ്രഭാതത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത്. ആറേമുക്കാലായപ്പോഴത്തേക്ക് തന്നെ സൂര്യൻ ഒരുവിധം ശക്തമായിട്ട് ഉദിച്ചു തുടങ്ങി. നമ്മുടെ നാട്ടിലെല്ലാം നല്ല ചൂട് കൂടുതലുണ്ട് ഇന്നത്തെ ക്ലൈമറ്റ് ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ഓക്കെ, ഇനി കുളിച്ച് റെഡിയാകട്ടെ. ഗോൾഡ് ഓർക്കിഡ് ഹോട്ടലിൻ്റെ 10-ാമത്തെ നിലയിലാണ് ഞങ്ങളുടെ റൂം. ഇതിൻ്റെ വിൻഡോയിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം ഈ ഹോട്ടലിന് 17 നിലയുണ്ടെന്നാണ് മനസ്സിലാക്കിയത്. ഇന്ന് ഞങ്ങളുടെ യാത്ര ബാങ്കോക്കിലെ സഫാരി വേൾഡ് കാണുവാൻ വേണ്ടിയാണ്. തായ്ലൻഡിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിലെ ഒരു പ്രശസ്തമായ സ്ഥലമാണ് സഫാരി വേൾഡ്. 200 ഏക്കറിലധികം വിസ്തൃതിയുള്ള ഈ മൃഗശാല ഏഷ്യയിലെ ഏറ്റവും വലിയ ഔട്ട്ഡോർ സുവോളജിക്കൽ സൗകര്യങ്ങളിലൊന്നാണ്. പാർക്കിൽ 2 വ്യത്യസ്ത മേഖലകളുണ്ട്, സഫാരി പാർക്കും മറൈൻ പാർക്കും. ഇവിടം സന്ദർശിക്കുന്നവർക്ക് വാഹനം ഓടിച്ചു നടന്നോ വന്യജീവി സങ്കേതം അനുഭവിക്കാൻ കഴിയും. ഈ പാർക്ക് സന്ദർശിക്കാനായിട്ട് ഇന്ന് ഞങ്ങൾ പോവുകയാണ്. സഫാരി പാർക്കിലും മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് പോകുന്നത്. അവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് കുറച്ച് സൺക്രീം ഇട്ടച്ച് പോകാമെന്ന് കരുതി സൺക്രീം തൂത്ത് പിടിപ്പിക്കാൻ കാലത്ത്, അല്ലെങ്കിൽ ചൂട് ഭയങ്കരമായിരിക്കും. ഞങ്ങളുടെ റൂമാണ് കേട്ടോ ഇത്. ഇങ്ങനെയുണ്ട് റൂം. ക്ലാവ് ഞങ്ങൾ രണ്ടുപേരുടെ ഇവിടെ കിടന്നു. അത്യാവശ്യം നല്ല റൂമാണ്, നല്ല സൗകര്യങ്ങളാണ്. ഇച്ചിരി വലിപ്പക്കുറവുണ്ടെന്നുള്ളൂ, ഒരു പ്രശ്നമില്ല. നല്ല എ സി, ചില്ലിങ് എല്ലാം നന്നായിട്ടാകുന്നുണ്ട്. ഒരു ഫ്രിഡ്ജുണ്ട്. അവൻ നിയാസ് കുളിക്കുന്നു, ഞാൻ കുളിച്ച് റെഡിയായി. എല്ലാം റെഡിയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാൻ നേരത്തെ ഇറങ്ങുന്നു. മകന് ഞാനിവിടെ കയറി വരട്ടെ. ഇതാണ് എൻ്റെ ചങ്ങാതി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് നമ്മൾ എവിടേക്കാണ് പോകുന്നത്? സവാരി പാർക്ക്, മറൈൻ വേൾഡ്. മറൈൻ സഫാരി മറൈൻ വേൾഡ്. മറൈൻ വേൾഡും സവാരി പാർക്കുമാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. ആൻറ്റി ഷെയ്ക്കിംഗ് മോഡ് ഇല്ലാത്ത ക്യാമറയായതുകൊണ്ട് നടന്നുകൊണ്ട് ദൃശ്യങ്ങൾ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഷെയ്ക്കാകും, ക്ഷമിക്കുക. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്ഥലം താഴെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. ഇത് റിസപ്ഷനാണ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ.
കഴിച്ചോ? ഓക്കെ. ആ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ഇന്നത്തെ മെനു എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഡിഫറെൻ്റായ മെനുക്കളാണ് ഇന്നുള്ളത്. ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം ഇന്നത്തെ മെനു. ഇതൊക്കെയാണ് ഇന്നത്തെ സെപ്പറേറ്റ് ഓരോ സാധനങ്ങളാണ്. പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്കറിയത്തില്ല. ഹായ്, ഗുഡ് മോർണിംഗ് സാർ. എൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് വായിച്ചെടുക്കാനാണ്. ബട്ടർ, ബണ്ണ്, കേക്ക്, ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ളത്. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞോ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊക്കെ എങ്ങനെ കഴിക്കും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഗുഡ് മോർണിംഗ്. കണ്ടു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞു. അല്ലേ, ലൈവ് ഇടത്തില്ല. ഞങ്ങളുടെ ടീമിലുള്ള ആൾക്കാരാണ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും പേരറിയാൻ പാടില്ല, എന്നാലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെ. എന്ത് സാധനം? എന്തോ ലീഫ് കട്ട് ചെയ്തിട്ടേക്കുന്നത് കണ്ടില്ലേ? എന്താ രണ്ടുപേരുടെ വലിയ തമാശ പറഞ്ഞോണ്ടിരിക്കുന്നു? തുടങ്ങിയോ? ഇതാ വരുന്നു. എന്തെല്ലാം സ്റ്റാർട്ട് ചെയ്ത്? ബ്രെഡോ? ഇതെന്തോ ഇറച്ചി സാധനങ്ങളാണ് കേട്ടോ. പോർക്കിൻ്റെ ലെഗായത് സാധനം വെച്ചേക്കുന്നത് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കി. നമ്മുടെ കാന്താരി. ഇത് 3 ഫ്ലേവർ ഫിഷ്. ഇതെന്തോ ഫിഷ് കറിയാണ്. എല്ലാത്തിൻ്റെയും പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും ഐറ്റത്തിൻ്റെ പേരറിയത്തില്ല. പിന്നെ ഇങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ റൈസ് വരെ ഉണ്ട്, സ്റ്റീം റൈസ് വരെ ഉണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി കഴിക്കട്ടെ കേസ്. ഈ മെനുവിൽ ഞാനൊരു ബ്രെഡ് റോസ്റ്റും ഒരു എഗ് ഓംപ്ലേറ്റും കഴിക്കാൻ എഴുതിയാണ്. അതാ എഗ് ഓംപ്ലേറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ബുൾസൈ. ഞങ്ങളുടെ വണ്ടി റെഡിയായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി സഫാരി പാർക്കിലേക്കുള്ള യാത്ര തുടർന്നു. പാർക്ക് സന്ദർശിക്കുന്ന ആളുകൾക്ക് സിംഹങ്ങൾ, കരടികൾ, സീബ്രകൾ എന്നിവയ്ക്കൊപ്പം കടുവകളെയും അവരുടെ ആവാസ വ്യവസ്ഥകൾ സ്വതന്ത്രമായി പരിവേഷണം ചെയ്യുമ്പോൾ കാണാൻ കഴിയും. ആനകളുടെ പ്രദർശനങ്ങൾ, പക്ഷി അവതരണങ്ങൾ, കടൽ സിംഹം പ്രദർശനങ്ങൾ, ഒറാങ്ങുട്ടാൻ പ്രദർശനങ്ങൾ എന്നിവയ്ക്കൊപ്പം ഡോൾഫിൻ പ്രദർശനവും പ്രദർശിപ്പിക്കുന്ന വ്യത്യസ്ത തീം ഏരിയകൾ മറൈൻ വേൾഡ് സമുച്ചയത്തിൽ പ്രദർശിപ്പിക്കുന്നു. കൂടാതെ ജെയിംസ് ബോണ്ടിൻ്റെയൊക്കെ സിനിമ പോലെ നമുക്കവിടെ ഒരു ലൈവ് സിനിമ ഷോ കാണാൻ സാധിക്കും. ബുദ്ധിമാനായ മൃഗപ്രദർശനങ്ങൾ കാണാനും മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന സെക്ഷനുകൾക്കൊപ്പം
നദി സഫാരികളിൽ പങ്കെടുക്കാനും കഴിയുന്ന സന്ദർശകർക്ക് പാർക്ക് നിരവധി വിനോദ പരിപാടികൾ ഒരുക്കുന്നു. സഫാരി വേൾഡ് ബാങ്കോക്കിൽ വിവിധ ഷോപ്പിംഗ് ഏരിയകളും ഡൈനിങ് സ്ഥാപനങ്ങളും ഉണ്ട്. സഫാരി ടൂറിൻ്റെ ബാക്കിയായിട്ട് ഞങ്ങൾ എത്തിയതാണ്. സഫാരി ടൂറിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഒരുവിധം നല്ല തിരക്കുണ്ട് സഫാരി ടൂറിൽ നിന്ന്. ഇത്രയും ജനങ്ങൾ കയറിപ്പോകുന്ന കണ്ടോ? സഫാരി ടൂറിനുള്ള ജനങ്ങളാണ് കയറിപ്പോകുന്നതല്ല. സഫാരി ടൂറിന് വന്നിരിക്കുന്ന ജനങ്ങളാണ് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നതല്ല. ഒരുവിധം നല്ല തിരക്കുണ്ട് കേട്ടോ. അകത്തെന്തൊക്കെ കാഴ്ചകളാണെന്ന് അകത്ത് പോയിട്ട് കാണിച്ചു തരാം. ഇതിനകത്തേക്കുള്ള പ്രവേശന പാസ് തായ്ലൻഡ് കറൻസി 630 ബാത്താണ്. അതായത് നമ്മുടെ ഇന്ത്യൻ മണി 1890. അത് തിരക്കനുസരിച്ചും സീസൺ അനുസരിച്ചും ടിക്കറ്റ് ചാർജ് വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ടിക്കറ്റെല്ലാം കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഞങ്ങളുടെ ടിക്കറ്റ് കോഡാണ് ഇതാ ഈ കാണുന്നത്, കണ്ടോ? അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചും ഇതിനകത്ത് നിന്ന് തന്നെയാണ്. ഇവിടുത്തെ രാജാവിൻ്റെ ഫോട്ടോയാണ്. എൻട്രൻസ് ആണ് ഇത്. ദിവാലിയുടെ ആഘോഷ ബോർഡുകളെല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്.เชิญเลยค่ะขออนุญาตนะคะขออนุญาตคุณลูกค้าทยอยต่อแถวช้าๆนิดนึงนะคะ เนื่องจากวันนี้มีผู้เข้าชมเป็นจำนวนมากนะคะ ขออภัยในความไม่สะดวกนะคะ Can I check your bag please madam Open your bag Open your bag എത്ര മണിക്ക് എത്തിയാലും കുഴപ്പമില്ല, ചേട്ടൻ അവിടെ കാണും. ഞങ്ങളുടെ ടൂർ ഗൈഡും വണ്ടിയും കാരനും വണ്ടിയുടെ ഡ്രൈവർ കൂടിയാണ്. പുള്ളിയുടെ അസിസ്റ്റൻസിനാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി വരുന്നത്. ടൂറിൻ്റെ ഗൈഡും ഡ്രൈവറെല്ലാമാണ്. സഫാരി പാർക്കിൻ്റെ അകത്തെ വിശേഷങ്ങളും കാഴ്ചകളുമായി എപ്പിസോഡ് 4 ഉടൻ വരുന്നതാണ്. എപ്പിസോഡ് 4 വേണ്ടി കാത്തിരിക്കുക. അവിയൽ ഡയറീസ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.